വെരി ബ്രൂട്ടൽ വിക്രം. എനിക്കും 2 പെൺകുട്ടികളുണ്ട്. ഈ കുട്ടിക്ക് സെഡേറ്റീവ്സ് നൽകി പല പ്രാവശ്യം റേപ്പ് ചെയ്തിരിക്കുന്നു. കുട്ടിയുടെ ശരീരത്തിൽ മാറിന്റെ ഭാഗത്തും തൊടയുടെ ഭാഗത്തും പ്രൈവറ്റ് ഭാഗത്തും കടിച്ചിരിക്കുന്നു. ബൈറ്റ് മാർക്സിന്റെ ഫോട്ടോഗ്രാഫ്സ് റിപ്പോർട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. മെഡിക്കലി നല്ല അറിവുള്ളവനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം സീമൻ ട്രേസസ് അത്ര ബുദ്ധിപരമായി നശിപ്പിച്ചിട്ടുണ്ട്. Could it be a doctor? Might be. ബോഡിയിൽ ഫിംഗർ പ്രിന്റ്സ്, ബ്ലഡ് മാർക്സ് ഒന്നുമില്ല. പിന്നെ DNA ഒരു തെളിവും കിട്ടാതിരിക്കാനായി ബുദ്ധിപരമായി ബോഡി കെമിക്കൽ വെച്ച് വാഷ് ചെയ്തിരിക്കുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ക്ലീൻ സ്ലീറ്റ്. ഈ കുട്ടിക്ക് വെള്ളവും ആഹാരവും നൽകിയതായി ഒരു തെളിവുമില്ല. വിക്ടിമിന്റെ മരണത്തിനുള്ള കാരണം സെക്ഷൽ അസോൾട്ട് എന്നാണോ പറയുന്നത്? ഇല്ല, കഴുത്തിൽ എന്തോ ഒരു കൂർത്ത സാധനം കൊണ്ട് കുത്തിയിട്ടുണ്ട്. അത് പുറകുവശത്തോടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഐ എം ഷുവർ ഇതിനു മുമ്പ് നടന്ന കൊലയും ഇതും ചെയ്തത് ഒരാളാകാനാണ് സാധ്യത. The wild animals are lion, tiger. The domestic animals are dog, cat, then bear. ആരുടെ മൊബൈൽ അത്? എന്റെ ഫോണാണ് മാം. ലെറ്റ്സ് ഗോ ടു ദ പ്രിൻസിപ്പൽ റൂം. കം കം. So girls, as an air hostess, it's our responsibility to make the passengers to feel safe and secure. So how are we going to... Sorry, 1 minute. Hello? ഞാൻ മാതാ സ്കൂൾ പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത് മിസ്സസ് മഹ. ആസ് പെർ ദ റൂൾ ഓഫ് ദി സ്കൂൾ ഇങ്ങനെ സെൽഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? സോറി സർ, അവള് ഞാനറിയാതെ എടുത്തോണ്ട് പോയതായിരിക്കും. ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗൈൻ. ഇനി ഇങ്ങനെ നടക്കാതെ ശ്രദ്ധിച്ചോളാം, കേട്ടല്ലോ? ഷുവർ. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാറേ. മോർണിംഗ്. ദാമു, പറയും മാഡം. ഈ ഫോൺ ഐശ്വര്യ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത്. അവളുടെ അമ്മയുടെ കയ്യിൽ മാത്രമേ കൊടുക്കാവൂ. മനസ്സിലായല്ലോ? ശരി, ആയിക്കോട്ടെ മാഡം. സാർ, മാർച്ച് മാസം 12-ാം തീയതി വീട്ടിന്റെ അടുത്തുള്ള പാർക്കിൽ കളിച്ചോണ്ടിരുന്ന മധു എന്ന 8 വയസ്സുള്ള കുട്ടിയെ കാണാനില്ലെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ രാത്രി ഒരു 7 മണിക്ക് വന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നു സാർ. അന്വേഷിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന CCTV ഫുട്ടേജ് എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെട്ടിരുന്നു സാർ. ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് മാസം 19-ാം തീയതി ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ മധുവിന്റെ ബോഡി കണ്ടെടുക്കുകയായിരുന്നു സാർ. റേപ്പ് ആൻഡ് മർഡർ. അതിന്റെ FIR കോപ്പിയും ഓട്ടോപ്സി റിപ്പോർട്ടും കയ്യിലുണ്ട് സാർ. കിട്ടിയ എവിഡൻസ് എന്ന് പറയാവുന്നത് ആകെ ഒരു ലോലിപോപ്പ് മാത്രമേ ഉള്ളൂ. കുട്ടികൾ ആരെങ്കിലും കഴിച്ച് കളഞ്ഞതായിരിക്കും എന്ന് കരുതി ഞങ്ങളത് കാര്യമാക്കിയില്ല സാർ. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞു വന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ ആ ലോലിപോപ്പിൽ ഹെറോയിൻ എന്ന മയക്കുമരുന്ന് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് സാർ. സോ മയക്കുമരുന്ന് കലർത്തിയ ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സാർ. അലക്സ് സർ. ദേവിയുടെ കേസ് നിങ്ങളല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? യെസ് സർ. എനിത്തിങ് അൺയൂഷ്വൽ? ഒരു എവിഡൻസ് കിട്ടിയില്ല സർ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ഫോളോ ചെയ്ത് 2-3 ദിവസം അവന്റെ കസ്റ്റഡിയിൽ വെച്ച് ആ കുട്ടിയെ ടോർച്ചർ ചെയ്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു സർ. ഇനി ഒരാഴ്ചക്കകം ആന്നോ മോനെ ഓടുതുണിയില്ലാതെ ഓടിക്കും ഞാൻ. പോലീസുകാർക്ക് വേറെ പണിയില്ലെന്ന് അവന്റെ വിചാരം.